തള്ളേ, ഒരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാതെ കരയോ നിലവിളിക്കോ ചെയ്താലുണ്ടല്ലോ. കേക്കാമേല. എത്ര കാലമായി ചെവി കേൾക്കാതായിട്ട്? എന്തുവാ എത്ര കാലമായി ചെവി കേൾക്കാതായിട്ടെന്ന്? എന്തോ ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. അപ്പൊ മേരിത്തള്ളക്ക് ചെവി കേൾക്കാം അല്ലേ? കുറേശ്ശെ കേക്കാവേ. കുറേശ്ശെ കേൾക്കാമെന്നോ? അല്ല, കുറേശ്ശെ കേൾക്കാൻ പാടില്ലേ? കുറ്റം ചെയ്തവരെക്കാൾ ശിക്ഷ കൂടുതലാണ് അത് ഒളിക്കുന്നവർക്ക്. അതുകൊണ്ട് സത്യം പറഞ്ഞോ, ഓമന മരിച്ച ദിവസം ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? പറഞ്ഞോ പറഞ്ഞോ. ഞാൻ അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ എന്തോ വീണുടഞ്ഞ ശബ്ദം കേട്ടത്. ഞാൻ ഉമ്മറത്തേക്ക് വന്നു. അപ്പോൾ ഉദ്ദേശം എത്ര മണിയായി കാണും? രാത്രി 8 മണിയായി കാണും. എന്നിട്ട് എടീ, നിന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നതേ ഇവിടത്തെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാതെ നിന്റെ വീട്ടിൽ പോയി അടയിരിക്കാനല്ല. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ പോയിക്കൂടെ? ഇപ്പൊ പോകാൻ പറ്റില്ല. എന്തായാലും നാളെ ഞാൻ എന്റെ വീട്ടിൽ പോകും. എന്തിന്? എനിക്ക് എന്റെ അപ്പച്ചനെ അനിയും കാണണം. പെട്ടെന്ന് എന്താ അപ്പച്ചനെ അനിയൻ കാണാനൊരു ആഗ്രഹം? ഞാൻ പോകും. പറ്റില്ല, അപ്പച്ചൻ സമ്മതിക്കില്ല. ആര് തടഞ്ഞാലും ഞാൻ പോകും. പിന്നെ നീ പോവും. ഒറ്റ കീറ വെച്ചൊന്നുണ്ടല്ലോ, നിന്റെ ബാക്കിയാണില്ല. നിനക്ക് എന്താ ഇവിടെ കുഴപ്പം? സഭ്യമായ ഭാഷയിൽ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ? ഞാൻ ഈ വീട്ടിൽ ആരുടെയൊക്കെ ഭാര്യയെ ജീവിക്കണം, അതാ എനിക്ക് അറിയേണ്ടത്. നീ പോവും, എനിക്കൊന്ന് കാണണം. നിങ്ങൾ എന്തിനാ മുകളിലോട്ട് വന്നത്? അത് പിന്നെ അത്താഴത്തിന്. വേണ്ട. എങ്ങോട്ടാ? ഓമന കുഞ്ഞിനെ വിളിക്കാൻ, ആഹാരം കഴിക്കാൻ. നിങ്ങൾ അവളെ വിളിക്കാനൊന്നും പോണ്ട. അവള് വേണമെങ്കിൽ താഴ്ന്ന് കഴിച്ചോളൂ. നിങ്ങൾ അവളെ വഷളാക്കുന്നത്. ഞാനും അപ്പച്ചനും ഇല്ലാത്തപ്പോ വേണ്ടാത്തൊക്കെ പറഞ്ഞ അവളെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആ വയ്ക്കോ, അതുകൊണ്ട് ചെയ്യും. ഓ, ഇതാണ് ഏമാനെ സംഭവിച്ചത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ? കറണ്ട് പോയി. ഞാൻ അടുക്കളയിൽ ചെന്ന് കുറച്ചു കഴിഞ്ഞ് അത്താഴം കഴിച്ച് കിടന്നു. അപ്പൊ മഴയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കറണ്ട് എപ്പോ ഒന്നും അറിയാമോ? അറിയില്ല. ഔസേപ്പച്ചൻ എപ്പോഴാ വന്നത്? അറിയില്ല. സാധാരണ നിങ്ങൾ എത്ര മണിക്കാ കിടക്കുന്നത്? 9 മണിക്ക് മുമ്പ്. ഓമന മരിച്ചവരോ എപ്പോഴാ നിങ്ങൾ അറിഞ്ഞത്? നേരം പുലരാറായപ്പം പോലീസുകാർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ടേസി മോൾ വന്ന് വിളിച്ചു. അപ്പോഴാ സാറേ ഓമനക്കുഞ്ഞ് മരിച്ച വിവരം ഞാൻ അറിയുന്നത്. ഓമനയും സണ്ണിയും തമ്മിൽ വഴക്കുണ്ടായ വിവരം നിങ്ങൾ ഔസേപ്പച്ചനോട് പറഞ്ഞോ? പറഞ്ഞു. അപ്പോ ഔസേപ്പച്ചനാണ് നിങ്ങളോട് ചെവി കേൾക്കാത്ത മാതിരി അഭിനയിക്കാൻ പറഞ്ഞത്. പിന്നെന്ത് പറഞ്ഞു? ആരെങ്കിലും ചോദിച്ചാ സണ്ണിക്കുഞ്ഞും ഓമനക്കുഞ്ഞും തമ്മിൽ വളരെ സ്നേഹത്തിലാ കഴിഞ്ഞിരുന്നത് എന്നും പറയാൻ പറഞ്ഞു. സത്യം മറച്ചു വെക്കുന്നത് കുറ്റമാണെന്നറിയില്ലേ? അവര് പണക്കാരാ, അവർക്ക് എന്ത് സാധിക്കും? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവരെന്നെ. ഞാൻ ഈ വീട്ടിൽ ആരുടെയൊക്കെ ഭാര്യയായി ജീവിക്കണമെന്ന് ഓമന പറഞ്ഞതായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ. അതുകൂടാതെ ഓമന എന്തെങ്കിലും പറഞ്ഞോ? ആരുടെയെങ്കിലും പേരോ മറ്റോ? ഇല്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ? സത്യമാണ് മാനെ. തൽക്കാലം ഇവരെ വിടണ്ട. കീപ്പ് ഹർ അണ്ടർ കസ്റ്റഡി. യെസ് സർ. ഹലോ, ആ സേതുവാണ് സാർ. ഞാൻ ഉടനെ വരാം സാർ. സാർ ആരേ ആരേ സർ, ഞാനൊന്ന് ഓഫീസ് വരെ പോവാണ്. യു ഫൈൻഡ് ഔട്ട് ദാറ്റ് മുഹമ്മദ്. മേരിത്തുള്ള പറഞ്ഞല്ലേ ഔസേപ്പച്ചന്റെ കടയിലെ ജോലിക്കാരൻ മുഹമ്മദ്? യെസ് സർ.
ആരാ മമ്മത്? ഞാനാണ്. എന്താ സാറേ? തന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താണ് സാർ? സാരി ടെസ്റ്റ് അയച്ചില്ലേ, അതിന്റെ റിപ്പോർട്ടാണിത്. മൈ ഗോഡ്, ഇതൊരു പുതിയ ഡെവലപ്മെന്റ് ആണല്ലോ. ഇത് രണ്ടും രണ്ടാണ്. ഇത് O നെഗറ്റീവ്, ഇത് A പോസിറ്റീവ്. അതെ, ഓമനയുടെ ബ്ലഡ് A പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ O നെഗറ്റീവ് ബ്ലഡ് ആരുടെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം, സംശയമുള്ളവരുടെ മുഴുവൻ രക്തം പരിശോധിച്ചാലോ? അതൊന്നും എളുപ്പം നടക്കില്ല സാർ. ഇപ്പൊ ഈ ബ്ലഡിന്റെ ഉടമസ്ഥൻ ഇതേക്കുറിച്ച് അജ്ഞനാണ്. നമ്മൾ എല്ലാവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യാൻ പുറപ്പെട്ടാൽ ഈ ബ്ലഡിന്റെ ഉടമസ്ഥൻ ആരായിരുന്നാലും അയാൾ അറിയും, അലർട്ടാവും, ചിലപ്പോ സ്ഥലം വിടും. പിന്നെന്താ ഒരു പോംവഴി? നാളെ മുതൽ ഒരാഴ്ച കാലത്തേക്ക് ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥന്മാർ കുമാരപുരം പഞ്ചായത്തിൽ വീടുകളിൽ രക്തം പരിശോധന നടത്തുന്നതായിരിക്കും. ഒരു വഴിയുണ്ട് സാർ, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഐ എം സേതുരാമയ്യർ ഫ്രം CBI. എന്താ സാർ? കുറച്ച് ദിവസം മുമ്പ് കുമാരപുരം പഞ്ചായത്തിൽ മലമ്പരി നിവാരണത്തിന് വേണ്ടിയുള്ള ഒരു രക്തപരിശോധന നടന്നില്ലേ? ആ ഗ്രാമത്തിൽ O നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമുള്ളവരുടെ പേര് മേൽവിലാസവും തരാമോ? അത് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കും. ഐ വിൽ വെയിറ്റ്. Then okay, വരൂ. ഇവിടെ ഇരിക്കണം സാർ. ആ. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് 3 പേരെ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരുള്ളൂ. താങ്ക് യു വെരി മച്ച്. 2-3 ദിവസമായി ആ വാസുവിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. അവൻ ഏത് ഹോട്ടലിലാ താമസിക്കുന്നത്? ഏതോ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു, ഉടനെ അവിടുന്ന് മാറുമെന്നും പറഞ്ഞു. ഇനി ആ CBI-ക്കാരുടെ കയ്യിലെങ്ങാനും? അതെങ്ങനെയാടാ? ഇന്നലെ അവന്മാർ അവരെ തിരക്കിവിടെ വന്നതല്ലേ? ഒരുപക്ഷെ ഫോൺ കിട്ടാത്തതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. ആ അതാ ശരി. അപ്പച്ചാ, അവള് വീട്ടിൽ തനിയേ ഉള്ളൂ. ഞാൻ വീടിരുന്ന് പോയിട്ട് വരട്ടെ. അപ്പച്ചാ, പോലീസ് ജീപ്പ്. മിസ്റ്റർ K. ഔസേപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. ഓമനയെ കൊന്ന കുറ്റത്തിന്. നിങ്ങൾ ഓമനയെ കൊന്നു, എന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഡെഡ് ബോഡി ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടു. നിങ്ങൾ അനാവശ്യം പറയരുത്. അവൾ ആത്മഹത്യ ചെയ്തതാ. അതിനുള്ള എല്ലാ തെളിവുകളും ഇവിടെയുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യും? ഹരി, bring him. വാടാ. വാസു എന്നോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അവളെ എന്തിനാ കൊന്നത്? എങ്ങനെയാ കൊന്നത്? എനിക്ക് അറിഞ്ഞൂടായേ. ഞാനല്ല കൊന്നത്. എങ്കിൽ പിന്നെ ഡെഡ് ബോഡി എന്തിനാ താഴേക്കിട്ടത്? അത് എന്താടോ അത് പറയാൻ? നിങ്ങൾ പറയണം. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. വാസുവിനെ വിളിച്ചോണ്ട് വന്നു, അത്രയേ ഉള്ളൂ. ഔസേപ്പച്ച, ഇനി ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. ഞങ്ങളുടെ പക്കൽ എല്ലാ തെളിവുകളും ഉണ്ട്. കമോൺ, നടന്നത് എന്താണെന്ന് പറയണം. പറയാൻ എന്താ നടന്നതെന്ന്.
അപ്പച്ചനോടൊന്നും ചോദിക്കണ്ട, ഞാൻ പറയാം. ഓമനയെ ഞാനാ കൊന്നത്. അപ്പച്ചനെ രക്ഷിക്കാനുള്ള ശ്രമമാണോ? അല്ല സാർ, പിന്നെ സംഭവ ദിവസം ഞാനും അവളും തമ്മിൽ ഒരു വാക്കുകൾക്കുണ്ടായി. അവള് പറയാൻ പാടില്ലാത്ത പറഞ്ഞു. ഉം, ഞാൻ അവളെ അടിച്ചു. ഉം. ആ അടിയിൽ അവൾ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് സാർ ഓമനയുടെ മരണത്തെ ഇവർ ആത്മഹത്യയ്ക്ക് മാറ്റിയത്. പക്ഷേ ഒരിക്കലും അവൾ മരിക്കണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല സാർ. നിങ്ങൾ ഓമനെ അടിച്ചത് വാസ്തവമായിരിക്കാം, പക്ഷേ അവൾ അപ്പം മരിച്ചില്ല. അത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോ ഓമന എപ്പോഴാണ് മരിച്ചത്? എങ്ങനെയാണ് മരിച്ചത്? ആരാണ് കൊന്നത്? ഓമനയെ കൊന്നവര് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ചെയ്തവര് തന്നെ അത് ഏറ്റു പറയുന്നതാണ് നല്ലത്. വിക്രം, ബ്രിങ് ദാറ്റ് പാക്കറ്റ്. സർ. ഇത് മരിച്ച ദിവസം ഓമന ഉടുത്തിരുന്ന സാരിയാണ്. ഇത് ഓമനയുടെ രക്തം തന്നെയാണ്. പക്ഷേ ഇത് വേറെ ആരുടെയോ രക്തമാണ്. ഈ രക്തത്തിന്റെ ഉടമസ്ഥൻ ആരാണോ അയാളായിരിക്കണം ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. സംശയമുള്ള എല്ലാവരുടെയും രക്തം പരിശോധിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. ബട്ട് ഐ ഹാവ് ഗോട്ട് ഇറ്റ്. ആ സാരിയിൽ ഉണ്ടായിരുന്നത് O നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമാണ്. അതിന്റെ ഉടമസ്ഥൻ ഒരു ജോയ് മാത്യു, 34 വയസ്സ്. ജോയ് മാത്യു എന്ന ജോണിക്കുട്ടിയുടെ രക്തം മരിച്ചുപോയ ഓമനയുടെ സാരിയിൽ എങ്ങനെ വന്നു? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ആരെ? bring him. ഇപ്പൊ പറയണം. ഓമന മരിച്ച ദിവസം രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ട ഏക ദൃക്സാക്ഷി ഇയാളാണ്. അത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി ഇയാൾ നിങ്ങൾക്ക് എത്ര രൂപ തന്നു? 25,000 രൂപ. ജോയ് മാത്യു എന്ന ജോണിക്കുട്ടി ഇനിയെങ്കിലും സത്യം പറയും. നിങ്ങൾ എങ്ങനെയാ ഓമനയെ കൊന്നത്? സംഭവ ദിവസം രാത്രി അത്യാവശ്യം ചില കാര്യങ്ങൾ അപ്പച്ചനുമായി സംസാരിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പച്ച, അപ്പച്ച, ഇവിടെ ആരും ഇല്ലേ? ഓമനെ, 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 ഓമനെ.
താനെന്താ ഇവിടെ? ഞാൻ താക്കോലും കാശും കൊടുത്തിട്ട് പോകുന്ന വഴി മഴ ചാറി. ആ ശ്രീധരന്റെ കുടിലിൽ കയറിയിരുന്നു. മഴ ഉറച്ചപ്പോ ആ കുടിലാകെ ചോരുക. ഒരു കുട വാങ്ങാമല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് പോന്നതാ. ഞാൻ കാറിൽ ഇങ്ങോട്ട് വരുന്നത് താൻ കണ്ടു അല്ലേ? കണ്ടു. അപ്പൊ കുറെ നേരമായി താൻ ഇവിടെ വന്നിട്ട്. ആയി. താൻ മുകളിൽ വന്നിരുന്നോ? വന്നു. സഭ താൻ ഓമനയെ മോളസ്റ്റ് ചെയ്യാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി അപമാനം ഭയന്ന് ആരോടും പറയാനാവാതെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അല്ലേ? നിങ്ങളൊരു ബുദ്ധിമാനായ കുറ്റവാളിയാണ്. ടേക്ക് ഹിം. സർ. വിക്രം, അറസ്റ്റ് ദം ഓൾ. സർ.